യോഹന്നാൻ 17:3 അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ പിതാവിനെയും യേശുവിനെയും അറിയലാണ് നിത്യജീവൻ. പിതാവിനെ നേരിട്ടറിയാൻ സാധ്യമല്ല. യേശുവിനെ അറിയുന്നതിലൂടെ പിതാവിനെ സ്വാഭാവികമായും നാം അറിയുകയാണ് ചെയ്യുന്നത്. അതാണ് ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു, പിതാവിനെ കാണിച്ചു തരണമേ. ഈശോ കൊടുത്ത മറുപടി, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. ഇതിന്റെ അർത്ഥം, യേശു രഹസ്യങ്ങളിലൂടെയുള്ള യാത്രയിലൂടെ നാം പിതാവിന്റെ രഹസ്യത്തിലേക്ക് കൂടെ പ്രവേശിക്കുകയാണ്. ഇപ്പൊ യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യം, കുരിശുമരണ രഹസ്യം, ഉദ്ധാന രഹസ്യം, സ്വർഗാരോഹണ രഹസ്യം, ഇതിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര, ഈ അന്വേഷണം നിത്യജീവനാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ധനികനായ യുവാവ് കർത്താവിനോട് ചോദിക്കുന്നത്. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത അനുസരിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അറിയലാണ് നിത്യജീവൻ. ചെയ്തല്ല നിത്യജീവൻ അവകാശമാക്കേണ്ടത്, അറിഞ്ഞാണ് അവകാശമാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോയെ പറ്റിയുള്ള ഈ പഠനം സർവപ്രധാനമാണെന്ന് നമ്മൾ തുടക്കം മുതലേ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യബുദ്ധിക്ക് കടന്നു ചെല്ലാനാവാത്ത നിഗൂഢ മേഖലകളാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും എന്ന് നമ്മൾ കഴിഞ്ഞ പങ്കുവയ്ക്കലിലൂടെ കുറേശ്ശെ മനസ്സിലാക്കി വരികയാണ്. ഈ ഉദ്ധാനത്തിന്റെ ഭാഗം ഏതാണ്ട് ഇന്ന് സമാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നീതിമത്കരണം അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ പറ്റിയാണ്. പെസഹ രഹസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്ന്. നമ്മുടെ കർത്താവിന്റെ പീഡാസഹന മരണവും ഉത്ഥാനവും ആണ് പ്രധാനമായി പെസഹ രഹസ്യം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പെസഹ രഹസ്യത്തിന്, അതായത് കർത്താവിന്റെ പരിത്രാണ കർമ്മങ്ങളെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു വാക്കാണ് പെസഹ രഹസ്യം. മാനവ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു നിർവഹിച്ച ആ പരിത്രാണ പദ്ധതി, പരിത്രാണ കർമ്മങ്ങളെല്ലാം കൂടെ ഒറ്റ വാക്കിൽ പറയുന്നതാണ് പെസഹ രഹസ്യം. പെസഹ രഹസ്യങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഫലങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ ഈ പെസഹ രഹസ്യം വഴി അല്ലെങ്കിൽ കുരിശുമരണം വഴി പാപത്തിൽ നിന്ന് മനുഷ്യരാശി മുഴുവനും മോചിതമായി. രണ്ട്, പുനരുദ്ധാനം വഴി നവജീവൻ പ്രാപിച്ചു. അപ്പൊ മരണത്തിൽ നിന്ന് മോചിതമാകുന്നത് ക്രിസ്തുവിന്റെ മരണം മൂലമാണെങ്കിൽ, നവജീവനിൽ പ്രവേശിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വഴിയാണ്. ഈ നവജീവിതം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വരപ്രസാദത്തിലുള്ള പുനഃപ്രതിഷ്ഠ. ഇത് മനസ്സിലാക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവം എന്ന വിശ്വാസത്യം. അമലോത്ഭവ വിശ്വാസത്തെ പഠിപ്പിക്കുന്ന എന്താണ്? മാതാവ് പാപത്തിൽ നിന്ന് വിമുക്തയായിരുന്നുവെന്ന് മാത്രമല്ല, പ്രസാദപരത്തിന്റെ പൂർണ്ണതയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോ പാപമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നെഗറ്റീവ് അർത്ഥത്തിലാണല്ലോ പറയുന്നത്. പോസിറ്റീവ് അർത്ഥത്തിൽ എന്താ പറയുന്നത്? ആ പാപമില്ലാത്ത അവസ്ഥയോടൊപ്പം പ്രസാദപരത്തിന്റെ പൂർണ്ണതയും കൂടെ മാതാവിനുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിക്കുന്നത് പാപത്തിൽ നിന്ന് വിടുതൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പുനരുദ്ധാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ പ്രസാദപരത്തിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നത്. ഇതേപ്പറ്റി കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 654 വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ വായിക്കുകയാണ്. പെസഹ രഹസ്യത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, അവിടുന്ന് തന്റെ മരണം വഴി
നമ്മെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. 2, പുനരുത്ഥാനം വഴി പുതിയൊരു ജീവിതത്തിലേക്കുള്ള മാർഗം നമുക്കായി തുറന്നു തരുന്നു. ഈ നവജീവിതം സർവോപരി നമ്മെ ദൈവവരപ്രസാദത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന നീതിമത്കരണമാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ജീവന്റെ പുതുമയിൽ ചരിക്കേണ്ടതിനാണിത്. പാപഫലമായ മരണത്തിന്മേലുള്ള വിജയത്തിലും ദൈവകൃപയിലുള്ള പുതിയ പങ്കുചേരലിലുമാണ് നീതിമത്കരണം അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസിന്റെ ദൈവശാസ്ത്രത്തിൽ ഈ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നീതിമത്കരണം വളരെ 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 പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ എന്താണ് നീതിമത്കരണം? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പാപഫലമായ മരണത്തിന്മേലുള്ള വിജയത്തിലും ദൈവകൃപയിലുള്ള പുതിയ ചേരലിലുമാണ് നീതിമത്കരണം അടങ്ങിയിരിക്കുന്നത്. നീതിമത്കരണത്തിന്റെ ഫലമാണ് ദത്തുപുത്രത്വം. ദത്തുപുത്രത്വം എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയുമായി തീരുന്ന അവസ്ഥയാണ്. അപ്പോ അപ്പന്റെ സ്വത്തിന് സ്വന്തം മകനാണല്ലോ അവകാശം. പക്ഷെ ദത്ത് മക്കൾക്കും അവകാശമുണ്ട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും. ഇപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോടെ നമുക്ക് ദൈവപുത്ര പദവി കൂടി നൽകപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഫലമായി ദൈവത്തിന്റെ എല്ലാ സ്വത്തിനും അല്ലെങ്കിൽ ദൈവത്തിനുള്ള എല്ലാത്തിൻ്റെയും മേൽ നമുക്കൊരു അവകാശം ലഭിച്ചു. അത് ക്രിസ്തുവിനുള്ളിടത്തോളം തന്നെ ഉണ്ട്. അതാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്ന പദപ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്നതാണ്. ക്രിസ്തുവിന് എന്തോരം അവകാശമുണ്ട് അത് മുഴുവൻ നമുക്കുണ്ട്. അത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം വഴി നമുക്ക് ലഭിച്ച മഹാസൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ തന്റെ പുനരുദ്ധാന ശിഷ്യന്മാരെ വിളിച്ചിരുന്നതെല്ലാം സഹോദരർ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമുക്ക് അത് വായിക്കാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ ഈശോ പ്രത്യേകിച്ച് പറയുകയാണ്, 28-10 സ്ത്രീകളോട് പറയുകയാണ്, അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. സഹോദരരെ ആയിട്ട് ശിഷ്യന്മാർ അതുവരെ വെറും ശിഷ്യന്മാരായിരുന്നു. ഇപ്പോൾ യേശുവിന്റെ സ്വർഗാരോഹണത്തോടെ അവർ യേശുവിന്റെ സ്വന്തം സഹോദരരായി മാറിക്കഴിഞ്ഞു. ഇവിടെ ഈ സഹോദരരാകുക എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അത് നാച്ചുറൽ ആയിട്ടൊന്നല്ല, സൂപ്പർ നാച്ചുറലായ ഒന്നാണ്. പ്രകൃതിയാലുള്ളതല്ല. പ്രകൃതിയാൽ യേശുവിന് സഹോദരരില്ല. പക്ഷേ കൃപാവരത്താൽ യേശുവിന് സഹോദരരുണ്ട്. അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ശിഷ്യത്വത്തിൽ ജീവിക്കുന്ന സർവരും കൃപാവരത്തിന്റെ ഓർഡറിൽ ഇൻ ദ ഓർഡർ ഓഫ് ഗ്രേസ് അവരെല്ലാം ക്രിസ്തുവിന്റെ സ്വന്തം സഹോദരരാണ് എന്ന് പറയുമ്പോൾ ഏകപുത്രന്റെ ജീവനിലുള്ള യഥാർത്ഥ ഭാഗവാഹിത്വം തന്നെയാണ്. അതേപറ്റി മതബോധ ഗ്രന്ഥം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 654-ാം ഖണ്ഡികയിൽ തന്നെയാണ്. മനുഷ്യർ മിശിഹായുടെ സഹോദരങ്ങളായി തീരുന്നതിന് വേണ്ടി നീതിമത്കരണത്തിലൂടെ ദത്തുപുത്രസ്ഥാനം പ്രദാനം ചെയ്യപ്പെടുന്നു. യേശു തന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ വിളിച്ചത് സഹോദരന്മാരെ എന്നാണ്. നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. മത്തായി 28:10. നമ്മൾ സഹോദരങ്ങളായിരിക്കുന്നത് പ്രകൃതിയാലല്ല, പിന്നെയോ കൃപാവരദാനത്താലാണ്. എന്തെന്നാൽ ഈ ദത്തുപുത്രത്വം നമുക്ക് ഏകപുത്രന്റെ ജീവനിൽ യഥാർത്ഥ ഭാഗഭാഗ്യത്വം നൽകുന്നു. ഈ ജീവൻ അവിടുത്തെ പുനരുദ്ധാനത്തിൽ പൂർണ്ണമായി വെളിവാക്കപ്പെട്ടതാണ്.
അപ്പോൾ പിതാവിനുള്ളതെല്ലാം യേശുവിനുള്ളതെല്ലാം നമുക്ക് ആണെന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായ അർത്ഥം ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഏകപുത്രനായ യേശുവിന്റെ ജീവനിൽ തന്നെ നമുക്ക് യഥാർത്ഥമായ ഒരു ഭാഗഭാഗിത്വം. ഇത് ഈശോ വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആ ശാഖയുടെ തായ്മരത്തിന്റെ ജീവനും ഒന്ന് തന്നെയാണ്. തായ്മരത്തിലൂടെ ഒഴുകുന്ന ജീവരസം തന്നെയാണ് ശാഖകളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ ഉദ്ധാനത്തിന്റെ വലിയൊരു ഫലമാണത്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ജീവനിൽ യഥാർത്ഥ ഭാഗഭാഗിത്വം ഉള്ളവരായി തീർന്നു. ഉദ്ധാനത്തെ പറ്റി പറയാൻ ഒന്നാമത്തെ ആശയം പറഞ്ഞു. ഉദ്ധാനത്തിന്റെ ഫലമാണ് നീതിവൽക്കരണത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ദത്തുപുത്രത്വം. ഈ പറയേണ്ടത് ഉത്ഥിതനായ യേശു നമ്മുടെ ഓരോരുത്തരുടെയും പുനരുത്ഥാനം ആണ്. കർത്താവിന്റെ അടുത്ത് യഹൂദർ വന്ന് വാദിക്കുന്ന ഓർക്കുന്നില്ലയോ? അവരുടെ ഉയർപ്പിനെ പറ്റി അവർക്ക് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവിന്റെ സഹോദരന്റെ വീടും കല്യാണം കഴിച്ചു, അങ്ങനെ 7 പേരെ. അവസാന സ്ത്രീ മരിച്ചു. ഉയർക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും ചോദിക്കുന്ന ചോദ്യം ആ ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അവർക്ക് ഈ മരിച്ചവരുടെ ഉയർപ്പ് എന്നതിനെ പറ്റി സംശയവും തർക്കവും എല്ലാം ഉണ്ടായിരുന്നു. യഹൂദര് പൊതുവെ മരിച്ചവരുടെ ഉയർപ്പ് എന്നതുകൊണ്ട് മനസ്സിലാക്കിയിരുന്ന ഒരൊറ്റ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ യുഗാന്ത്യത്തിൽ എല്ലാവർക്കും ലഭിക്കാനിരിക്കുന്ന ഉയർപ്പിനെ പറ്റിയാണ് മരിച്ചവരുടെ ഉയർപ്പ് എന്നതുകൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നത്. അത് ദൈവരാജ്യ ആഗമനത്തിന്റെ ലക്ഷണവുമായിട്ടാണ്. എന്നാൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ, അപ്പൊ യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവുമായി ബന്ധമില്ല മരിച്ചവരുടെ ഉയർപ്പിന്. അത് യുഗാന്ത്യത്തിൽ എല്ലാവർക്കും സംഭവിക്കാനിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ്. എന്നാൽ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ യേശുവിന്റെ ഉദ്ധാനത്തോട് ബന്ധപ്പെട്ടാണ് മരിച്ചവരുടെ ഉയർപ്പ്. അല്ലെങ്കിൽ യേശുവിന്റെ ഉദ്ധാനത്തിന്റെ അവിഭാജ്യ ഫലമാണ് മരിച്ചവരുടെ ഉയർപ്പ്. യേശുവിൽ നിന്ന് മാറ്റി നിർത്തി മരിച്ചവരുടെ ഉയർപ്പിനെ കാണാൻ സാധ്യമല്ലെന്നർത്ഥം. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ യേശുവിന്റെ ഉദ്ധാനം എല്ലാവരുടെയും ഉത്ഥാനത്തിന്റെ ആരംഭമാണെന്ന് മാത്രമല്ല, അതിന്റെ കാരണം കൂടിയാണ്. അതായത് യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന യുഗാന്ത്യത്തിലുള്ള എല്ലാവരുടെയും ഉയർപ്പ് സംഭവിക്കില്ലായിരുന്നു എന്നർത്ഥം. അപ്പൊ യേശുവിന്റെ ഉദ്ധാനം സാർവത്രിക പുനരുത്ഥാനത്തിന്റെ ആരംഭമാണ്, അതിന്റെ കാരണമാണ്, അതിന്റെ യാഥാർത്ഥ്യവൽക്കരണവുമാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15:20-24 ഇത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായ പോലെ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനവും. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും. എന്നാൽ ഓരോരുത്തരും അവനവന്റെ ക്രമമനുസരിച്ച് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും. അതുതന്നെയാണ് കൊളോസസ് ലേഖനത്തിന്റെ 1:18 പൗലോസ് പറയുന്നത്, ക്രിസ്തു മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ ഉയർപ്പോടെ സകല മനുഷ്യരുടെയും പുനരുത്ഥാനം സമാരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ അത് പൂർത്തിയാകും. നമുക്കറിയാം, യേശുവിന്റെ മരണം ലോകത്തെ മുഴുവനും ബാധിച്ചു. മരണം മാത്രമല്ല, അതുപോലെ തന്നെ യേശുവിന്റെ പുനരുത്ഥാനവും ലോകത്തിന്റെ
ഗതി തന്നെ മാറ്റിമറിച്ചു. അതുകൊണ്ട് കാർഡിനൽ ഷോൺ ബോൺ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ഗോഡ് സെൻഡ് ഹിസ് സൺ എന്ന പുസ്തകത്തിന്റെ 326 പേജ് പറയാണ്, യേശുവിന്റെ ഉദ്ധാനം മൂലം അപ്പോൾ മുതൽ മനുഷ്യരാശി യുഗങ്ങളുടെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ പുനരുദ്ധാന നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ പുനരുദ്ധാന കാലത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? ക്രൈസ്തവ സഭയുടെയും ക്രൈസ്തവ വിശ്വാസികളുടെയും ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? യേശുവിന്റെ പുനരുദ്ധാനത്തിൽ ജീവിക്കുന്നവരാണ്. അതായത് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള ചരിത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറയുമ്പോൾ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളായി ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് രണ്ടാമത്തെ സൂനകദോസ് ലൂമൻ ജെൻസീം എന്നുള്ള ഏറ്റവും പ്രാമാണിക രേഖയുടെ 48 ഖണ്ഡികയുടെ 3-ാം വാക്യത്തിൽ പറയുന്നത്, ലോകത്തിന്റെ പുനർനിർമ്മാണം പിൻവലിക്കപ്പെടാനാവാത്ത വിധം സുസ്ഥാപിതമായിരിക്കും. ഇതാണ് ഈ പഴയ ആകാശം മാറി പുതിയ ആകാശം പുതിയ ഭൂമിയും വന്നെന്നൊക്കെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് ഇതേപ്പറ്റിയാണ്. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തോടെ ചരിത്രം വേറെയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷം എന്ന് സാധാരണ പറയാറില്ല, AD BC. അത് വെറും കാലഘട്ടത്തിന്റെ ഒരു വിഭജനമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും ലോകത്തെ അടിമുടി മാറ്റിമറിച്ചതിന്റെ പേരിലാണ് അങ്ങനെ പറയുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു ഉയർത്തതിനാൽ തന്നെ നാമും ഉയർത്ത് കഴിഞ്ഞു. അതാണ് പൗലോസ് അപ്പോസ്തലൻ വാദിക്കുന്നത്. എങ്ങനെയാണ്? കൊളോസസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ, അത് അവിടെ ഓൾറെഡി സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളവയെ പറ്റി അല്ല, ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുവിൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തോടെ നാം ക്രിസ്തുവിൽ ഉയർത്ത് കഴിഞ്ഞിരിക്കുന്നതിനാൽ, ക്രിസ്തു ഉയർത്ത് എങ്ങോട്ടാ പോയത്? പിതാവിന്റെ മഹത്വത്തിലേക്കാണ് പോയത്, സ്വർഗീയ സൗഭാഗ്യത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മളുടെ നോട്ടവും ലക്ഷ്യവും കാത്തിരിപ്പും ഈ സ്വർഗീയ മഹത്വത്തെ പറ്റി ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഞാനിത് വായിച്ചപ്പോൾ കാത്തലിക് ലിവിംഗ് ബൈബിളിലെ ട്രാൻസ്ലേഷൻ പെട്ടെന്ന് ഓർത്തത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കൊളോസസ് 3-ന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്. POS ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിനൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുകയും ഭൂമിയിലുള്ളവയെ പറ്റി അല്ല, ഉന്നതത്തിലുള്ളവയെ പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഭൂമിയിലെ കാര്യങ്ങളോടുള്ള ബന്ധം തീരെ കുറവ്, ഭൂമിയിലെ കാര്യങ്ങളോട് തീരെ കുറവ്, അത്യാവശ്യം ഏറ്റവും മിനിമം മാത്രം ബന്ധവും സ്വർഗീയ കാര്യങ്ങളിൽ അധികമായ ഇടപെടലും. അതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലിവിംഗ് ബൈബിളിൽ കുറച്ചുകൂടെ തീവ്ര ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇതാണ്: മരിച്ചുപോയ ഒരു മനുഷ്യന് ഈ ലോകത്തിലെ കാര്യങ്ങളോട് എന്തോരം താല്പര്യം ഉണ്ടാകും. മരിച്ചുപോയൊരു മനുഷ്യന് ഈ ലോകത്തെ കാര്യത്തോട് 1% താല്പര്യം നമുക്കറിയാം. ജ്ഞാനസ്നാനമേറ്റ ക്രിസ്ത്യാനി അവൻ ലോകത്തോടും പാപത്തോടും മരിച്ച് ക്രിസ്തുവിന്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റ പുതിയ സൃഷ്ടി ആയതുകൊണ്ട് അവൻ ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഈ ലോകത്തോട് അവൻ അള്ളിപ്പിടിക്കാനില്ല, ഈ ലോകത്തിൽ ഒന്നിനോട് ഒട്ടിച്ചേരാനും പാടില്ല. ഇത് തന്നെയാണ് പൗലോസ് ഈശോ പറയുന്ന അന്ത്യത്താഴത്തിൽ, ഞാൻ നിങ്ങളെ ലോകത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ ലോകത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെതല്ല. ഈ ഒരു സെപ്പറേഷൻ വെറുതെ ഒരു ഭാവനയുള്ള സെപ്പറേഷൻ അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിനോട് ഉയർപ്പിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ അതിനോടൊപ്പം പോകേണ്ട കാര്യം എന്താ? ഭൂമിയിലെ കാര്യങ്ങളോട് നമുക്ക് വിരക്തിയാണ്, താല്പര്യമില്ല. ഭൂമിയിൽ ജീവിക്കണം, ഒളിച്ചോടാൻ പറ്റില്ല, പക്ഷെ അത് ഏറ്റവും മിനിമം. ഭൂമിയിലെ കാര്യങ്ങൾ ഏറ്റവും മിനിമം.
ഇവര് എല്ലാ സൗഭാഗ്യങ്ങളോടും എല്ലാ കാര്യങ്ങളോടും ഏറ്റവും മിനിമം ബന്ധം. ഇതാണ് ഒരു വാസ്തവത്തിൽ ഈ ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മൾ വരുത്തി വെച്ചിരിക്കുന്ന വലിയ വ്യത്യാസം അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം നാം ഈശോ ഉയർത്തപ്പോ തന്നെ നാം ഉയർത്തുന്നതാണ് പൗലോസ് വാദിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചൊരു തിയോളജി ഉണ്ടല്ലോ, എന്താ? ശിരസ്സും അവയവങ്ങളും. ശിരസ് പോകുന്നിടത്തെല്ലാം അവയവങ്ങളും പോയേ തീരും. സഭയെ എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നത്? സഭയ്ക്ക് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ശിരസ്, രണ്ട് അവയവങ്ങൾ. ശിരസ് ക്രിസ്തുവാണ്, അവയവങ്ങൾ നമ്മളുമാണ്. അതുകൊണ്ട് സെന്റ് അഗസ്റ്റിൻ സഭയെ വിളിക്കുന്നത് പൂർണ്ണ ക്രിസ്തു എന്നാണ്. പൂർണ്ണ ക്രിസ്തു. ക്രിസ്തു എന്ന ശിരസും വിശ്വാസികളാകുന്ന അംഗം കൂടെ ചേരുമ്പോഴേ പൂർണ്ണ ക്രിസ്തു ആകും. അപ്പൊ ക്രിസ്തു അല്ലെങ്കിൽ ശിരസായ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിനാൽ തന്നെ അവയവങ്ങളും ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഈ റോമാലേഖനത്തിൽ മാമോദിസയെ പറ്റി പഠിപ്പിക്കുമ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യമാണത്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചു, ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു, പുതുജീവന് നടക്കേണ്ടവരാണ്. അപ്പൊ യേശുവിന്റെ ഉദ്ധാനം മനസ്സിലാവുകയാണ്, യേശുവിന്റെ മരണത്തെക്കാളും ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്ന യേശുവിന്റെ ഉദ്ധാനം. യേശുവിന്റെ മരണം നമുക്ക് പാപത്തിൽ നിന്ന് മോചനം തന്നുള്ളൂ. യേശുവിന്റെ ഉദ്ധാനം നമ്മളെ ഉയർപ്പിക്കപ്പെട്ടവരാക്കി മാറ്റി, തീർത്തും വ്യത്യസ്തരായ വ്യക്തികളാക്കി മാറ്റി. ഇനി നമ്മൾ കർത്താവിന്റെ സ്വർഗാരോഹണത്തെ പറ്റി ധ്യാനിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16:19 അത് വിവരിക്കുന്നത് എങ്ങനെയാണ്? മർക്കോസ് 16:19 കർത്താവായ യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അവരോടെന്ന് പറയുന്നത് 11 ശിഷ്യന്മാരോടാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ഈ വലത്ത് ഭാഗത്ത് എന്നൊക്കെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്, നമ്മൾ പിന്നീട് ധ്യാനിക്കും, മനസ്സിലാക്കും. ലൂക്ക അത് വിവരിക്കുന്നത് എങ്ങനെയാണ്? 24-ാം അധ്യായത്തിൽ 50-51 വാക്യങ്ങൾ. ലൂക്ക 24:50-51 വാക്യങ്ങൾ. അവൻ, അതായത് ഉദ്ധിതനായ യേശു, അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചു. ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. നമ്മൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നു, അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന്റെ ആ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ട് നിത്യസത്യങ്ങൾ സ്വർഗാരോഹണം പഠിപ്പിക്കുന്നു. യേശുവിന്റെ സ്വർഗാരോഹണം രണ്ട് നിത്യസത്യങ്ങളിലേക്ക് വിരച്ചുകൊണ്ടുകയാണ്. ഒന്ന്, യേശു ദൈവമാണ്, പിതാവിനോട് കൂടെ ഏകസത്തയായി. നമ്മൾ പറയാറില്ലേ, അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്തയും. അപ്പോ യേശുവിന്റെ ദൈവത്വം ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് സ്വർഗാരോഹണത്തിലൂടെ. കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, അന്നിടത്തേക്ക് അവൻ തിരിച്ചുപോയി. അവൻ ഭൗമികനല്ല, അവൻ ദൈവം തന്നെയാണ്. പിതാവിന്റെ അതേ തേജസ്സും അതേ സത്തയിലും പങ്കുചേരുന്നവൻ. ഇനി അതോടൊപ്പം തന്നെ സ്വർഗാരോഹണം മറ്റൊരു സത്യം കൂടെ പഠിപ്പിക്കുന്നത് എന്താണത്? ഉത്ഥാന മഹിമ പ്രാപിച്ചപ്പോഴും യേശു തന്റെ മനുഷ്യ പ്രകൃതി വെടിഞ്ഞില്ല. അപ്പൊ മനുഷ്യാവതാരത്തിലൂടെ കർത്താവ്, പുത്രനായ ദൈവം ലോഗോസ്, മനുഷ്യ പ്രകൃതി സ്വീകരിച്ചു. മരിക്കാനത് ആവശ്യമായിരുന്നു, കുരിശിൽ മരിക്കാനത് ആവശ്യമായിരുന്നു. മനുഷ്യ ശരീരം ഉദ്ധാനം പരിപാടി തീർന്നു, ഇനിയിപ്പോ ആവശ്യമില്ല. അല്ല, ഉദ്ധാനം ചെയ്തത് തന്നെ ശരീരത്തിലാണ്. തോമാസ് ലീഹായെ കണ്ടപ്പോൾ കൈകാലുകൾ കാണിച്ചു കൊടുക്കുന്നു, മുറിവേറ്റ ശരീരം കാണിച്ചു കൊടുക്കുന്നു,
കുത്തിത്തുളക്കപ്പെട്ട ഹൃദയം കാണിച്ചു കൊടുക്കുന്നു. ശിഷ്യന്മാർക്ക് സംശയം വന്നപ്പോൾ അവരുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ശരീരത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഉദ്ധാന മഹിമ പ്രാപിച്ചപ്പോഴും കർത്താവ് തന്റെ മനുഷ്യ പ്രകൃതി വെടിഞ്ഞില്ല. മതബോധനന്തം 664 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ശാരീരികമായി തന്നെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഭവിഷ്യനായിരിക്കും. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. പിതാവിന് ശരീരമില്ലെന്ന് നമുക്കറിയാം, അവിടുന്ന് അരൂപിയാണ്, ശുദ്ധാത്മാവ് അരൂപിയാണ്. പക്ഷെ ക്രിസ്തുവിന് ശരീരമുണ്ട്. അവൻ അത് എടുത്തു പറയുകയാണ്. 664 ഖണ്ഡികയിൽ പറയുകയാണ്, ശാരീരികമായി തന്നെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തു ഭവിഷ്യനായിരിക്കും. നമ്മൾ ഈ വലത്ത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ പ്രധാനപ്പെട്ട അത് വിരച്ചുകൊണ്ടുവന്ന് യേശുവിന്റെ ദൈവത്വത്തിലേക്കാണ് നമ്മൾ പറഞ്ഞല്ലോ. ദൈവത്വത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും രണ്ടിലേക്കുമുണ്ട്. ആ ദൈവത്വത്തിലേക്കുള്ളതിനെ പറ്റി നമുക്ക് അല്പം സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രാമാണികനായ ഒരു സഭാപിതാവാണ് ലിയോൺസിലെ ഇരണേവൂസ്. അദ്ദേഹം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തവൻ അനാദി മുതലുള്ള പുത്രനായ ദൈവം തന്നെ. റോമ 8:34 വിശുദ്ധ പൗലോസ് സ്പഷ്ടമായി വെളിപ്പെടുത്തിയിരിക്കുന്ന പോലെ അവിടുന്ന് മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ ക്രിസ്തുയേശുവാണ്. ഇവിടെ ഇരണേവൂസ് അടിവരയിടുന്നത് തന്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെയാണ് ഉദ്ധാനം ചെയ്തവനും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന സകലത്തിലും പരിപൂർണനായവനും എന്നത്രേ. വീണ്ടും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോർത്ത് ആഫ്രിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ഫുൾജൻസിയൂസ് സ്വർഗാരോഹണത്തെ പറ്റിയുള്ള പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നതും യേശുവിന്റെ ദൈവത്വമാണ്. ആദിയിൽ ഉണ്ടായ ദൈവം തന്നെ, ദൈവപുത്രൻ, ശരീരം ധരിച്ച ദൈവം. അദ്ദേഹം പറയുക, ശരീരം ധരിച്ച ദൈവം, മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടവൻ, അവിടെ നിന്ന് ഉദ്ധാനം ചെയ്തവൻ, മനുഷ്യ അവതാരം ചെയ്ത ആ ദൈവം തന്നെയാണ് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്നത്. സഭാപിതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയരിൽ ഒരാളായ സിറിൽ ഓഫ് ജെറൂസലേമിലെ സിറിൽ, അദ്ദേഹം 387 ക്രിസ്തുവർഷം 387 ഏറ്റവും പുരാതന സഭയിലെ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തു എന്ന പ്രയോഗത്തെ പറ്റി അദ്ദേഹം പറയുന്നത് നിത്യകാലം വലത്ത് ഭാഗത്തിരിക്കുന്നുണ്ടെന്നാണ്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും ശേഷം വന്നു ചേർന്ന ഒരു മഹത്വീകരണമല്ല സ്വർഗാരോഹണ മഹത്വം. അവിടുന്ന് എന്നും ദൈവമാണ് എന്നതിനാൽ വലത്തെ ഭാഗത്തുള്ള അവിടുത്തെ മഹത്വം ശാശ്വതമാണ്. ക്രിസ്തു പിതാവിനോടൊപ്പം എന്നാലും ഭരിക്കുന്നവനാണ്. പിതാവിന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചവനുമാണ് അവിടുന്ന്. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ മഹത്വം പടിപടിയായി കൈവന്നതല്ല, നിത്യമായതാണ് എന്ന ഏറ്റുപറച്ചിലൂടെ യേശുവിന്റെ ദൈവത്വം എടുത്തെടുത്ത് പറയുകയാണ് സിറിൽ. അപ്പം ദൈവമായിരുന്ന യേശുവാണ് മനുഷ്യനായത്. ദൈവത്തെ മാറ്റിവെക്കാതെ തന്നെയാണ് മനുഷ്യനായി തീർന്നത്. അതുകൊണ്ട് സ്വർഗാരോഹണ മഹത്വം പിന്നീട് പടിപടിയായി കിട്ടിയ ഒരു മഹത്വമല്ല, മറിച്ച് അവൻ ആദ്യമേ ഉണ്ടായിരുന്ന മഹത്വം തന്നെയാണ്. അതുകൊണ്ട് വലതുഭാഗത്ത് ഇരിക്കുന്നതിന് ഒരു വാക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു: നിത്യകാലം വലത്ത് ഭാഗത്തിരിക്കുക. അതായത് എന്നും യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് തന്നെയാണ്. ഇവിടെ വലത്ത് ഭാഗത്ത് നിന്ന് പിന്നെ അതേപ്പറ്റി വിശദീകരിച്ച് പറയാം. എങ്കിലും വലത്ത് ഭാഗത്ത് എന്ന വാക്കിനർത്ഥം ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് പവർ എന്നാണ്. ഒരു പ്രത്യേക ഇടത്തോ വലത്തോ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പിതാവിന് തുല്യ അധികാരവും പിതാവിന് തുല്യ മഹത്വവും പിതാവിന് തുല്യ സ്ഥാനവും എന്നാണ്. അപ്പോ ജെറുസലേമിലെ സിറില്
യേശുവിന്റെ ദൈവത്വം വളരെ സ്വർഗാരോഹണത്തിലൂടെ യേശുവിന്റെ ദൈവത്വം ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞെങ്കിലും മനുഷ്യത്വത്തെ പറ്റി അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞില്ല. അത് പരിഹരിക്കാൻ വേണ്ടി മറ്റൊരു മഹാദൈവശാസ്ത്രജ്ഞൻ മാത്രമല്ല മാർപ്പാപ്പയും കൂടിയായ ലിയോ ദ ഗ്രേറ്റ്, മഹാനായ ലിയോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പുത്രനായ ദൈവം സ്വീകരിച്ച അവിടുത്തെ മനുഷ്യപ്രകൃതിയുടെ മഹത്വവൽക്കരണം കൂടിയാണ് സ്വർഗാരോഹണം. അതായത് യേശുവിന്റെ ദൈവത്വം ഉയർത്തിക്കാട്ടിയതാണ് സ്വർഗാരോഹണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 2-3 സഭാപിതാക്കന്മാരുടെ ഉദാഹരണങ്ങൾ ഉപയോഗിച്ചു. ഇരണേയൂസിന്റെയും ഫുൾജൻസിയൂസിന്റെയും സിറിലിന്റെ അഭിപ്രായം അതായിരുന്നു. പക്ഷെ അതേസമയം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യേശുവിന്റെ മനുഷ്യപ്രകൃതിയുടെ മഹത്വവൽക്കരണം കൂടിയാണ് സ്വർഗാരോഹണം. അത് പഠിപ്പിച്ചത് തന്നത് ലിയോ പാപ്പായാണ്. അദ്ദേഹം പറയാണ്, സ്വർഗവാസികൾക്കെല്ലാം ഉപരിയായി പിതാവിനോട് ഒപ്പമുള്ള ഉന്നത മഹത്വത്തിലേക്ക് ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയും പ്രവേശിച്ചു. മാത്രമല്ല, മഹത്വീകൃതമായ ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിയോട് മനുഷ്യരെല്ലാവരും യോജിച്ചിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം എല്ലാ മനുഷ്യരുടെയും സ്വർഗീയ മഹത്വത്തിന്റെ അച്ചാരമാണെന്ന് കൂടി പഠിപ്പിക്കാൻ ലിയോ പാപ്പ ധൈര്യപ്പെട്ടു. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ക്രിസ്തു ശിരസ്സായതുകൊണ്ട്, നമ്മൾ അവയവങ്ങളായതുകൊണ്ട് അവന്റെ ഉത്ഥാനം വഴി നമ്മളും ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ലിയോ പാപ്പ പറയുന്നത്. ക്രിസ്തു തന്റെ മനുഷ്യപ്രകൃതിയെ സ്വർഗീയത്തിലേക്ക് പ്രവേശിപ്പിച്ചു, സ്വർഗീയ മഹത്വം അണിയിച്ചു. ക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതിക്ക് സ്വർഗീയ മഹത്വം അണിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ക്രിസ്തുവിനോട് ജ്ഞാനസ്നാനം വഴി ഒന്നാക്കപ്പെട്ട എല്ലാ ക്രിസ്തു ശിഷ്യരുടെയും മനുഷ്യപ്രകൃതിയും മഹത്വം അണിഞ്ഞു. ഏത് മഹത്വം? സ്വർഗാരോഹണ മഹത്വം അണിഞ്ഞു. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കിറിലോനാസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനമാണ്. നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും? അപ്പൊ പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള പ്രവേശനമാണ്, പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം മൂലം എന്നാണ് ഈ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത്. ക്രിസ്തു തന്റെ വ്യക്തിത്വത്തിൽ തന്റെ സ്വന്തം മനുഷ്യ അസ്തിത്വത്തെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുവഴി അവൻ ആദാമിനെ ത്രിത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അതായത് അവന് വേണ്ടി ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക്. ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ആദം ദൈവത്തോട് ഒത്തായിരുന്നല്ലോ, ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു, ദൈവ കുടുംബത്തിൽ അംഗത്തെ ആയിരുന്നല്ലോ. പാപം ചെയ്തപ്പോഴാണല്ലോ ആ ത്രിത്വ ദൈവത്തിന്റെ കുടുംബത്തിൽ നിന്ന് നിഷ്കാസിതനായത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് സ്ത്രീയൻ സ്തുതിഗീത രചയിതാവ് എന്നറിയപ്പെടുന്ന കിറിലോനാസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം ത്രിത്വ ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള മനുഷ്യന്റെ പ്രവേശനമാണ്. ക്രിസ്തു തന്റെ വ്യക്തിത്വത്തിൽ തന്റെ സ്വന്തം മനുഷ്യ അസ്തിത്വത്തെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുവഴി അവൻ ആദാമിനെ ത്രിത്വത്തിന്റെ സിംഹാസനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. മരണവും പിശാചും തടവിലാക്കിയ ശരീരത്തെയും ആത്മാവിനെയും എന്നോടൊപ്പം ഉയർത്താൻ പിതാവ് കാത്തിരിക്കുന്നു. മാലാഖമാർ ഞാൻ കയറുന്നതും കാണാതെ പോയി ആടിനെ വളർത്തുന്നതും കാത്തു നിൽക്കുന്നു. ഈശോ പറയുന്നതായിട്ട് ഈ ദൈവിക മനുഷ്യൻ പഠിപ്പിക്കുകയാണ്. ജോൺ ഡാമഷി എന്ന് പറയുന്ന ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം മരിച്ചത് 749 AD അദ്ദേഹം യേശു പിതാവിന്റെ വലത്തെ ഭാഗത്തിരിക്കുന്ന ദിവ്യലിഖിതം അവിടുത്തെ ദൈവിക അധികാരത്തിന്റെ വെളിപ്പെടുത്തലായാണ് വ്യാഖ്യാനിക്കുന്നത്. വലത് നമുക്കറിയാലോ, അത് നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം. ഇപ്പൊ ഒരു
ഒരു പ്രധാന കാർമ്മികനായി മാർപ്പാപ്പ ബലിയർപ്പിക്കാൻ വിചാരിക്കും. മാർപ്പാപ്പയുടെ റൈറ്റ് നിൽക്കുന്ന ആള് മാർപ്പാപ്പ കഴിഞ്ഞ ഏറ്റവും അടുത്ത ആളായിരിക്കും. ഈ വലത് ഒരു അധികാരത്തിന്റെയും കൂടെ ഒരു സൂചനയാണ്. അപ്പൊ ഇവിടെ പറയാണ്, ജോഡാമഷ്യം പറയാണ്, യേശു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ദിവ്യരഹിതം അവിടുത്തെ ദൈവിക അധികാരത്തിന്റെ വെളിപ്പെടുത്തലായാണ് വ്യാഖ്യാനിക്കുന്നത്. യേശു ശരീരത്തോട് കൂടെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു പറയുമ്പോൾ വലത്ത് ഭാഗം ഒരു സ്ഥലമായല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്താവുന്നവനല്ല ദൈവം. തന്റെ പൂർവ്വ ദൈവിക മഹത്വത്തിലേക്ക് യേശു വീണ്ടും പ്രവേശിച്ചു എന്നാണ് ഇതിനർത്ഥം. പിതാവിന്റെ വലത്തെ ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു പറയുന്നതിന്റെ അർത്ഥം ഒരു പ്രത്യേക സ്ഥലത്ത് ഈശോ വന്നിരിക്കുന്ന അർത്ഥത്തിലല്ല, മറിച്ച് പിതാവിന് ഒപ്പം യേശുവിന് മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ മഹോന്നത പദവി, പിതാവിനോട് തുല്യ പദവിയാണ്. ആ പദവിയിലേക്ക് ഈശോ പ്രവേശിച്ചു എന്നാണ് അർത്ഥം എന്ന് ജോർഡാമഷ്യൻ വിശദീകരിക്കുകയാണ്. പിതാവിനോട് സമസത്തയുള്ളവനും അനാദി മുതലേ സത്യദൈവവുമായവനും കാലത്തികവിൽ ശരീരം ധരിച്ചവനും മരിച്ചുയർത്തവനുമായ യേശു സ്വർഗാരോഹണത്തോടെ മുൻപുണ്ടായിരുന്ന അതേ ദൈവിക മഹത്വത്തിൽ പ്രവേശിച്ചു. ബെനഡിക്ട് മാർപ്പാപ്പയും 16-ാമൻ മാർപ്പാപ്പയും ഇതേ ലൈൻ ഓഫ് തോട്ടാണ് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, മേഘത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇവ പറഞ്ഞു അപ്പസ്തോലപ്രവൃത്തി 1:9 കർത്താവിന്റെ സ്വർഗാരോഹണം ലൂക്ക അപ്പസ്തോല പ്രവൃത്തിയിൽ വിവരിക്കുന്ന ഇങ്ങനെയാണ്, ഇവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ സംവഹിക്കപ്പെട്ടു, ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു എന്നാണ്. ഈ മേഘത്തെ കുറിച്ചുള്ള ഈ പരാമർശം ബെനഡിക്ട് പാപ്പ പറയാണ്, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ദൈവശാസ്ത്ര ഭാഷയാണ്. യേശുവിന്റെ വിയോഗം നക്ഷത്രങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നില്ല എന്നും മറിച്ച് ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു എന്നുമാണ് മേഘം എന്ന പ്രയോഗം അവതരിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം പഴയ നിയമത്തിൽ എന്താണ് മേഘത്തിന്റെ അടയാളം. വാർത്തയിലും യേശുവിൻ രൂപാന്തരണ സമയത്തും സമാഗമ കൂടാരത്തിലും ഇസ്രായേൽ ജനത്തിന്റെ കാനാൻ യാത്രയിലും മേഘം എന്തിന്റെ അടയാളമായിരുന്നു? ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന്റെ സൂചനയായിരുന്നു. അപ്പോൾ മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറച്ചു എന്നതിനർത്ഥം ബെനഡിക്ട് പാപ്പ വ്യാഖ്യാനിച്ചു തരുന്നത് നക്ഷത്രങ്ങളുടെ മുകളിലേക്കുള്ള യാത്രയാണെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തിന്റെ രഹസ്യത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു അത്. ബെനഡിക്ട് പാപ്പ തുടരുകയാണ്, നാസറത്തിലെ യേശു ജീസസ് നാസറത്ത് എന്ന പുസ്തകത്തിലാണ് പറയുന്നത്, വലത്ത് ഭാഗം ഒരു പ്രാദേശിക സ്ഥലമല്ല, പല സ്ഥലങ്ങളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തല്ല ദൈവം വസിക്കുന്നത്. അവന്റെ സാന്നിധ്യം സ്ഥലകാല സംബന്ധി അല്ല, ദൈവികമാണ്. അതിനാൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന പദസന്ധിക്ക് കാലദേശങ്ങളുടെ മേലുള്ള ഈ സാർവത്രിക ദൈവിക ആധിപത്യത്തിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. വിശുദ്ധ അഗസ്തീനോസും പിതാവിന്റെ വലത്ത് ഭാഗം യേശുവിന്റെ ദൈവിക അധികാരവും ദൈവിക മഹത്വവുമാണ് ദ്യോതിപ്പിക്കുന്നത്. അതിനാൽ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു എന്ന ഏറ്റുപറച്ചിൽ വ്യക്തമാക്കുന്നത് സ്വർഗാരോഹണത്തിൽ യേശു പരമോന്നത മഹിമ പ്രതാപത്തിലാണ് എന്നാണ്. അവിടുത്തെ പരമാധികാരം പ്രസ്പഷ്ടമാക്കുന്ന പദസന്ധിയാണ് ഈ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറയുന്നത്. തോമസ് അക്വീനാസും അഗസ്തീനോസിന്റെ ഈ അഭിപ്രായത്തോട് പൂർണ്ണ യോജിപ്പാണ്. യേശു ശരീരത്തോടെ സ്വർഗീയ മഹത്വത്തിലാണ് വിരാജിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒഴികെ, അക്വീനാസ് പറയാണ്, അതിനെപ്പറ്റി ആവശ്യമില്ലാത്ത ജിജ്ഞാസയൊന്നും മനസ്സിൽ കൊണ്ടുവരരുത്. അദ്ദേഹം പറയാണ്, യേശു ശരീരത്തോടെ സ്വർഗീയ മഹത്വത്തിലാണ് വിരാജിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒഴികെ അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അനിവാര്യമല്ല. അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ ക്ലോസ് ചെയ്ത അക്വീനാസ്. നമുക്ക് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ മനുഷ്യ പ്രകൃതി അത് പിന്നെയും കുത്തി അതെന്താ ഇതെന്താ ചോദിക്കാനുള്ള ഒരു ത്വര, അത് വാസ്തവത്തിൽ വെറും ജിജ്ഞാസയ. അത്തരം ജിജ്ഞാസ രക്ഷാകരമല്ല. അതുകൊണ്ട് അക്വീനാസ് പറയുകയാണ്, അക്വീനാസ് അറിയാമല്ലോ ദൈവശാസ്ത്രത്തിന്റെ ലാസ്റ്റ് അതോറിറ്റിയാണ്. അദ്ദേഹം പറയാണ്, എന്താണ്
യേശു ശരീരത്തോടെ സ്വർഗീയ മഹത്വത്തിലാണ് വിരാജിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് ഒഴികെ അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അനിവാര്യമല്ല. ഇത് ഗോഡ്സ് ആൻഡ് ഹിസ് സൺ എന്ന തന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ കാർഡിനൽ ഷൺബോൺ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോ ഈ പറഞ്ഞതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, സ്വർഗാരോഹണത്തെ പറ്റിയുള്ള സഭാപിതാക്കന്മാരുടെ മേൽ പറഞ്ഞ കുറെ സഭാപിതാക്കന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. സഭാപിതാക്കന്മാർ ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നില്ല അല്ലെ? മെത്രാന്മാരല്ല അവര്. സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരും അസാധാരണമായ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞവരും അവര് പഠിപ്പിക്കുന്നതെല്ലാം പൂർണ്ണ ആധികാരികതയുള്ളതാണ്, സഭയ്ക്ക് ബോധ്യമുള്ളവരുമായ ചില വ്യക്തികളെയാണ് ഫാദേഴ്സ് ഓഫ് ദ ചർച്ച്, സഭാപിതാക്കന്മാർ എന്ന പ്രത്യേക സ്ഥാന പദവി നൽകിയിരിക്കുന്നത്. വളരെ ചുരുക്കം പേർ, സെന്റ് അഗസ്റ്റിൻ, സെന്റ് ഇഗ്നേഷ്യസ് ഈ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ്. അപ്പം അവരുടെ പ്രബോധനം ഒരിക്കലും മാറ്റം വരാത്തതാണ്, അത്രയ്ക്കും ആധികാരികതയുള്ളതാണ്. അപ്പൊ അതാണ് ലിയോൺസിലെ ഇഗ്നേഷ്യസ് പറഞ്ഞത് നമ്മൾ കേട്ടു. അതുപോലെ ജെറുസലേമിലെ സിറിൽ സഭാപിതാവാണ്. അതുപോലെ തന്നെ നമ്മള് കേട്ട കാര്യമാണ് വലിയ ദൈവശാസ്ത്രന്മാരായ ജോൺ ഡാമഷീൻ, വലിയ ദൈവശാസ്ത്രനായ ബെനഡിക്ട് പതിനാറാമൻ, ഇവരൊക്കെ തരുന്ന വിശദീകരണം സഭ ഇത് വലിയ വിലമതിക്കുന്നുണ്ട്. കാരണം സഭയുടെ ക്രിസ്തു രഹസ്യങ്ങളുടെ ഈ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു രഹസ്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. അത് സാധാരണക്കാരെ നമുക്ക് മനസ്സിലാകുന്നതിലേറെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അവർക്ക് ദൈവം പ്രത്യേക വരം കൊടുത്തിട്ടുണ്ട് ദൈവത്തെയും ദൈവരഹസ്യം അറിയാൻ. അതുകൊണ്ടാണ് ദൈവശാസ്ത്രന്മാരുടെ പ്രബോധനങ്ങൾ സഭ എന്നും വിലമതിക്കുകയും അത് ആധികാരികമായ എല്ലാ ദൈവശാസ്ത്രന്മാരുടെ അല്ല, ഈ സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച്. അപ്പൊ അത് നമ്മൾ അവസാനിപ്പിച്ച് ഇങ്ങനെയാണ് സഭാപിതാക്കന്മാരുടെ മേൽ പറഞ്ഞ വിചിന്തനങ്ങൾ, സ്വർഗാരോഹണത്തെ പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നു. എന്തൊക്കെയാണത്? ഒന്ന്, പിതാവിനോടുകൂടെ ഏക സത്യമുള്ള ദൈവമാണ് യേശുക്രിസ്തു. രണ്ട്, അവിടുത്തെ മനുഷ്യത്വം ഉത്ഥാനത്തോടെ കൈവിടപ്പെട്ടില്ല. പ്രത്യുത നിത്യകാലം പിതാവിന്റെ വലത്ത് ഭാഗത്ത് ശരീരത്തോട് കൂടെ ഉപവിഷ്ടനായിരിക്കാൻ തക്കവിധം അവിടുത്തെ മനുഷ്യപ്രകൃതി പൂർണ്ണമായി മഹിമയണിഞ്ഞു. സ്വർഗീയ ഭരണത്തിലും യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ലഭിച്ച എത്ര വലിയ ഒരു അംഗീകാരമാണത്. നമ്മുടേതായ അതേ മനുഷ്യപ്രകൃതി ആണ് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തപ്പോൾ എടുത്തത്. ആ മനുഷ്യപ്രകൃതി സ്വർഗീയ മഹത്വത്തിൽ. അപ്പോ അതെന്താ സൂചിപ്പിക്കുന്നത്? നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങളും ബലഹീനതകളും പരിമിതികളും പാപത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥ പോലും ഉണ്ട്. പക്ഷേ നമ്മുടെ മനുഷ്യപ്രകൃതി നിസ്സാരമല്ല. പുത്രനായ ദൈവം മനുഷ്യനായി അവതരിച്ചതോടെ നമ്മുടെ മനുഷ്യപ്രകൃതിയുടെ സ്റ്റാറ്റസ് വളരെയധികം ഉയർന്നു. ക്രിസ്തുവിന്റെ ഒപ്പം തുല്യ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇതൊക്കെ ഓർത്താലാണ് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകുന്നത്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം യേശുക്രിസ്തുവിന്റെ അവയവമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അതുപോലെ 1 Corinthians 19 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ആകയാൽ നിങ്ങൾ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലും ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിലും, ഉത്ഥാനത്തിൽ മാത്രമല്ല ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ പോലും നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. സഭയുടെ ആരാധനക്രമം ഇത് എന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലത്തീൻ കുർബാനക്രമത്തിൽ ഗ്ലോറിയ എന്നൊരു ഭാഗമുണ്ടല്ലോ. തുടക്കത്തിൽ ആഘോഷ
കുർബാനയിൽ ഗ്ലോറിയ പാടുകയാണ് ചെയ്യുന്നത്. അതില് ആ ഗ്ലോറിയ അവസാനിക്കുന്ന ഇങ്ങനെയാണ്: പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ, എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിന്റെ കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ഇതൊന്നും ചൊല്ലി പോകുന്നു. പക്ഷെ ഒന്നും ഇതുപോലെ വിശകലനം ഇത് പഠിക്കാത്തതായതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കാതെ കടന്നു പോവുകയാണ്. അവസാനിക്കുന്നുണ്ടോ? അത് പറഞ്ഞിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ: അങ്ങ് മാത്രം അത്യുന്നതൻ, യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. അവിടെ ആ സെന്റൻസ് എൻഡ് ചെയ്യാത്തത് നമുക്ക് തോന്നിപ്പോകും മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ. പക്ഷെ അത് ഒരു വലിയ എൻഡ് തന്നെയാണ്. പിതാവിന്റെ മഹത്വത്തിലാണ് സ്വർഗാരോഹണം ചെയ്ത ഈശോ വസിക്കുന്നത്. ഈ സ്വർഗാരോഹണം ചെയ്തപ്പോ ഈ സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ ഈശോ സ്വർഗത്തിലും വസിക്കുന്നു, ഭൂമിയിലും വസിക്കുന്നു. അതാണ് സ്വർഗാരോഹണത്തോടെ സംഭവിച്ച ഒരു വലിയ കാര്യം. അതാണ് ഈശോ സ്വർഗത്തിലോട്ട് പോയി, പക്ഷെ അതോടൊപ്പം തന്നെ ഭൂമിയിലും സന്നിഹിതനാണ്. മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്ന വാക്യം നമ്മളെ വിസ്മയിപ്പിക്കും. മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനത്തെ 2 വാക്യം ഞാൻ വായിക്കുകയാണ്. മർക്കോസ് 16:19-20. കർത്താവായ യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. അത്രയും പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് കേട്ടോളാം: ശിഷ്യന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. അതെങ്ങനെയാ? സ്വർഗത്തിലോട്ട് പോയി അവിടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പെർമനന്റ് സീറ്റിലായെന്ന് പറഞ്ഞിട്ട് പറയാണ്, ശിഷ്യന്മാര് പോയി പ്രസംഗിക്കുമ്പോൾ കർത്താവും അവരുടെ കൂടെ ചെന്നു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും തുടർന്ന് നടന്ന അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത ഈശോ സഭയിൽ, സ്വർഗത്തിൽ വാഴുന്നത് പോലെ തന്നെ സഭയിലും വാഴുന്നു. വളരെ പ്രത്യേകമായി സഭയുടെ ആരാധനാക്രമങ്ങളിൽ, അതിലും ഏറ്റവും പ്രധാനമായി പരിശുദ്ധ കുർബാനയിൽ. ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമുക്കറിയാം ഒരു വേർപാടാണത്. ഈ വേർപാട് എപ്പോഴും ദുഃഖമുണ്ടാക്കുന്നു. ഈശോ മരിച്ചപ്പോൾ ഉണ്ടായ വേർപാടിനേക്കാളും വലിയ വേർപാടാണ് സ്വർഗാരോഹണ സമയത്ത്. കാരണം ഇനി അവർ ഒരിക്കലും കർത്താവിനെ കാണാൻ പോകുന്നു. പക്ഷെ ബൈബിള് പറയുന്നത് ഇങ്ങനെയാണ്: ആശ്രവദിച്ചുകൊണ്ടേക്ക് അവൻ അവരിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അടുത്ത വാക്യം നമ്മളെ വിസ്മയിപ്പിക്കും: അവർ വലിയ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് പോയി. വലിയ ദുഃഖത്തോടെയല്ലേ മടങ്ങേണ്ടത്? കാരണം കർത്താവ് എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെന്താ വലിയ സന്തോഷത്തോടെ പോകുന്നത്? അതേപറ്റി ബെനഡിക്ട് പാപ്പ തരുന്ന വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയാണ്, ആ സുനിശ്ചിതമായ വിയോഗം ശിഷ്യന്മാരെ ആക്കാതിരുന്ന എങ്ങനെ? എന്നിട്ടും അവർ അത്യന്തം ആഹ്ലാദത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജെറുസലേമിൽ മടങ്ങിപ്പോയി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ബെനഡിക്ട് പാപ്പ ചോദിക്കുകയാണ്. എന്തായാലും ശിഷ്യന്മാർക്ക് തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയില്ല. എന്തായാലും ശിഷ്യന്മാർക്ക് തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയില്ല. ചെന്നെത്താൻ കഴിയാത്ത ദൂരത്തുള്ള ഒരു സ്വർഗത്തിലേക്ക് യേശു മറഞ്ഞു കഴിഞ്ഞു എന്നും അവർ കരുതിയില്ല. യേശുവിന്റെ പുതിയ തരത്തിലുള്ള സാന്നിധ്യത്തെ കുറിച്ച് അവർക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. എന്താ? യേശുവിന്റെ പുതിയ തരത്തിലുള്ള സാന്നിധ്യത്തെ കുറിച്ച് കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ, അതായത് ഞാൻ ലോക അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വാക്യാണ് ഉദ്ദേശിക്കുന്നത്. മത്തായി 28:20. നവീനമായതും ശക്തമായതുമായ രീതിയിൽ അവൻ ഇപ്പോൾ അവർക്ക് സമീപസ്ഥനാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ ഉയർത്തപ്പെട്ട ഇടം, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തുള്ള ഇടം, അവന്റെ പുതിയ ജനുസിൽപ്പെട്ട സാന്നിധ്യമാണെന്ന് കൂടി അവർക്കറിയാം.
മാത്രം സാധ്യമായ സാമീപ്യ സാന്നിധ്യത്തിന്റെ വിധത്തിൽ യേശു ഇപ്പോൾ അവരുടെ ഇടയിൽ ഈ ലോകത്ത് നിത്യമായി സന്നിഹിതനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഏതോ നോക്കത്താത്ത ദൂരത്തുള്ള ഒരു മൂലയിലേക്കുള്ള വിടവാങ്ങലല്ല സ്വർഗാരോഹണം, മറിച്ച് സ്ഥായിയായ ആനന്ദത്തിന്റെ ഉറവിടമായി തീരുന്ന വിധത്തിൽ ശിഷ്യന്മാർ അനുഭവിക്കുന്ന കാലദേശങ്ങളിലുള്ള തുടർച്ചയായ ദിവ്യ സാമീപ്യമാണത്. നമുക്ക് ഈ ഭാഷയൊക്കെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കർത്താവ് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു പറയുമ്പോൾ ഭൂമിയിലുള്ള നമ്മളെ എന്നേക്ക് വിട്ടുപോയിരിക്കുകയല്ല, മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാന്നിധ്യം, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന ഭാഷ ഏതാ? പരിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. സ്വർഗത്തിൽ കർത്താവ് വസിക്കുന്നു, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു. രണ്ടിടത്തെയും സാന്നിധ്യം തുല്യ സാന്നിധ്യം, രണ്ടും ഒരുപോലെ യാഥാർത്ഥ്യം. സ്വർഗത്തിൽ കർത്താവ് ശരീരത്തോടെ വസിക്കുന്ന യഥാർത്ഥ സാന്നിധ്യമാണ്. ദിവ്യകാരണത്തിൽ ഈശോ ശരീരത്തിൽ തന്നെയാണ് വസിക്കുന്നത്. ഇത് എന്റെ ശരീരമാണ്, യഥാർത്ഥ സാന്നിധ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.